ചാച്ചാ ഈ ക്രിസ്മസ് രസമില്ലല്ലേ? എന്ത് പറ്റി മോളെ? എനിക്ക് മാത്രം ഡ്രസ് എടുത്തുള്ളൂ, ചാച്ചനും അമ്മയ്ക്കൊന്നും ഡ്രസ് എടുത്തില്ല. അത് മോളെ, അമ്മയുടെ അസുഖം ആയതുകൊണ്ട് അമ്മക്ക് ആഴ്ചയിൽ എത്രങ്ങാനും മരുന്നിന് പൈസ വേണമെന്നറിയും. 2000 രൂപ അമ്മക്ക് മരുന്നിന് പൈസ വേണം. പിന്നെ ചാച്ചനാണെങ്കിൽ പണിയില്ല. അമ്മയുടെ അസുഖമൊക്കെ മാറി ചാച്ചന് പണിയൊക്കെ ആവുമ്പോൾ നമുക്ക് അടുത്ത വർഷം ക്രിസ്മസ് നമുക്ക് അടിപൊളിയാക്കാം കേട്ടോ. ഓക്കെ മോളെ, ഒരു ഗ്ലാസ് വെള്ളം. നീ അമ്മക്ക് വെള്ളം കൊടുത്തിട്ടില്ലായിരുന്നോ? ഒന്ന് കൊടുക്കട്ടോ. ഏട്ടാ, ജെയിംസ് അല്ലേ? അതെ. ഒരു ഡെലിവറി ഉണ്ടായിരുന്നു കേട്ടോ. ടെക്സ്റ്റൈൽസ് ഡ്രസ് എന്തെങ്കിലും എടുത്തിട്ടുണ്ടായിരുന്നു? ചാച്ചാ, നമ്മൾ മിന്നാതെ ഡ്രസ് എടുത്തില്ലേ, അതിന്റെ കൂപ്പൺ ആയിരിക്കും. അപ്പൊ അവിടെ നറുക്കെടുപ്പില് ക്രിസ്മസ് ഗിഫ്റ്റ് നിങ്ങൾക്കാണ് കിട്ടിയത് ഈ പ്രാവശ്യം. ഹായ് മോളെ, നോക്ക്. ആഹാ, നല്ല ഗിഫ്റ്റ് ആണല്ലോ. ആഹാ, പ്രശ്നം തോന്നൂലേ? ചാച്ചത് എന്റെ കൂട്ടുകാരിക്ക് കൊടുത്താല്. എന്താ മോളെ? എനിക്ക് ഡ്രസ് എടുത്തിട്ടില്ല, അവർക്ക് ഡ്രസ് എടുത്തിട്ടില്ല ക്രിസ്മസിന്. പ്ലീസ് ചാച്ചാ. ആണോ? എന്നാ പിന്നെ അവർ കൊടുക്കാല്ലേ? അവൻ ഇപ്പൊ തന്നെ കൊണ്ടു കൊടുക്കാം. ശരി, ഞാനിപ്പോ വരാട്ടോ. ശരി ചായ. ഹായ് അന്നക്കുട്ടി. അന്ന, ഇത് എന്റെ ഒരു ക്രിസ്മസ് സമ്മാനം. എനിക്കോ? ഹലോ ഹലോ, പറഞ്ഞോളൂ. ടെക്സ്റ്റൈൽസിന്ന് ഒരു പാർസൽ ഉണ്ടെന്ന് പറഞ്ഞിരുന്നല്ലോ. വീട്ടിൽ കൊടുത്തല്ലോ ഏട്ടാ, അവിടെ കൊടുത്തതാണല്ലോ. അതെ, ആ ജംഗ്ഷൻ തിരിഞ്ഞ് ആദ്യം കാണുന്ന വീട് വിജയ ജെയിംസ്, അത് ഞാനാണ്. എനിക്കാണത് വേണം. അയ്യോ ഏട്ടാ, അഡ്രസ് മാറിപ്പോയി ഏട്ടാ, സോറി കേട്ടോ. ഞാനിപ്പോ എത്തിക്കാം. പെട്ടെന്ന് എത്തിക്കണേ, എനിക്ക് പുറത്ത് പോവാനുള്ളതാ. ഇപ്പൊ എത്തിക്കട്ടെ, ഇപ്പൊ എത്തിക്കാം. ഹലോ ഹലോ, ജെയിംസ് ഏട്ടനല്ലേ? അതെ. ജെയിംസ് ഏട്ടാ, ഞാൻ ആ പാർസൽ കൊണ്ടുവന്നതേ അതൊന്ന് മാറിപ്പോയിട്ടുണ്ട്. ആണോ? അത് അപ്പുറത്തുള്ള ജെയിംസ് ഏട്ടനായിരുന്നു, ഞാൻ മാറിക്കൊണ്ടുവന്നാണ്. അവരിപ്പം വിളിച്ച് പ്രശ്നമാക്കുന്നുണ്ട്. അപ്പൊ ഞാനൊന്ന് അങ്ങോട്ട് വരാട്ടോ. ആയിക്കോട്ടെ, എന്നാ വീട്ടിലേക്ക് വന്നോളൂ കേട്ടോ. സോറി ഏട്ടാ, സോറി, ഒന്നും വിചാരിക്കരുത്. ഓക്കെ. മോളെ, പിന്നെ ഈ ഡ്രസ്സിന്റെ കവറേ ടെക്സ്റ്റൈൽസ് നിന്ന് മാറിപ്പോയിട്ടുണ്ട് കേട്ടോ. ഇതല്ല കവർ കേട്ടോ. അപ്പൊ ഞങ്ങൾ പോയിട്ട് ഇനി മാറ്റി എടുത്തിട്ട് വരാം കേട്ടോ. ഇത് മാറിപ്പോയിട്ടുണ്ട് മോളെ കേട്ടോ. അമ്മ എങ്ങോട്ടാ പോയേ? പണിക്ക് പോയോ? ശരി കേട്ടോ, ഞങ്ങളിത് മാറ്റിയിട്ട് കൊണ്ടുവന്ന് തരാം കേട്ടോ. മോളെ, ഇത് മാറ്റി കൊണ്ടുവന്നു കേട്ടോ. എന്നാ ശരി കേട്ടോ. എന്നാ മോളെ, എന്താ ചാച്ചത്, കൊടുത്ത സമ്മാനം തിരിച്ചു വാങ്ങേ? മോളെ, ഇത് നമുക്കുള്ള ഗിഫ്റ്റ് അല്ല, ആ ജംഗ്ഷനിലുള്ള ജെയിംസ് ചേട്ടനില്ല അത്രേ, നമുക്ക് മാറി വന്നതാണ്. ഇനി എന്താ ചെയ്യാ? അന്നയുടെ കാര്യം ആലോചിക്കുമ്പോൾ ചാത്തിന് ഭയങ്കര സങ്കടമാണ്. സോറി കേട്ടോ, ഒരബദ്ധം പറ്റിയതാണ്, ഒന്നും വിചാരിക്കരുത്. വിഷമായോ? ശരി കേട്ടോ. ശരി. ചാച്ചാ, ചാച്ച വിഷമിക്കണ്ട. ചാച്ചാ, എന്റെ ഡ്രസ് നമുക്ക് അന്നയ്ക്ക് കൊടുത്താലോ? മോൾ എന്താ ഈ പറയണേ? നമ്മൾ പുതിയത് എടുത്താലും മാത്രമാണ് ക്രിസ്മസ്, മറ്റുള്ളവർ ഉടുപ്പിച്ചാലും ക്രിസ്മസ് ആണ് ചാച്ചാ. ദരിദ്രർക്ക് ദാനം ചെയ്യുന്നവരുടെ കൂടെ കർത്താവ് എപ്പോഴും ഉണ്ടാവും. അപ്പൊ നമ്മളുടെ കൂടെ കർത്താവ് ഉണ്ടാവും ചാച്ചാ. അന്ന മോളെ,
എന്നാ, സന്തോഷമായില്ലേ? രണ്ടുപേർക്കും സന്തോഷമായില്ലേ? ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ്. ഓക്കെ കേട്ടോ. ആ ചേ ചേ ആ ഇരിക്കേ ചേ. ഇരിക്കണേ. എന്താ പോ? ഒന്നുമില്ല, ചുമ്മാങ്ങി വന്നതാ. ഈ ക്രിസ്മസ് ഒക്കെ ആണല്ലോ. കേട്ടോ. മോളെ ആരാ വന്നത്? കയ്യേതാടി. ഓ മോളെ, സ്കൂളിലെ ക്രിസ്മസ് പ്രോഗ്രാം ഒക്കെ നന്നായിരുന്നോ? നന്നായി പഠിക്കണേ. ആ ഞാനേ ഇച്ചിരി ദിവസം മുമ്പ് ആ തുണിക്കടയിൽ നിന്ന് ഇച്ചിരി സാധനം വാങ്ങിയേ. അവരെ സമ്മാനം എനിക്ക് അടിച്ചു. ആഹാ, വീട്ടിലാണെങ്കിൽ ഇത് കൊടുക്കാൻ ആരുമില്ലല്ലോ. ഞാനേ ആ സമ്മാനം ഇവർക്കങ്ങ് കൊടുക്കാന്ന് വിചാരിച്ചു. ആഹാ, നല്ല ഗിഫ്റ്റാണല്ലോ. ആ മേരിക്ക് എങ്ങനെയുണ്ടോ? എനിക്ക് കുഴപ്പമില്ല ചേ. കുഴപ്പമൊന്നുമില്ല അല്ലേ? അപ്പോ നിനക്ക് മേരിക്കൂടെ എന്റെ വക ഒരു ക്രിസ്മസ് സമ്മാനം. സന്തോഷം. Okay. ഹാപ്പി ക്രിസ്മസ്. താങ്ക് യു. മോളെ, ഈശോ നമ്മളെ കൂടെ തന്നെ.